സാംസങ്ങിന്റെ സാംസങ് F55 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. മുമ്പ് ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് കൺഫേം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലോഞ്ച് ഡേറ്റ് ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇപ്പം പുതിയ ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F55 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈനുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1000 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു ഫോണിൻ്റെ വില ഒരു 25,000-27,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. ചിലപ്പം 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വരും. മൂന്നാമത് ഈ ഫോണിൽ 2 MP ഒരു മാക്രോ ലെൻസും വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഈ ഫോണിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അതുമാത്രമല്ല 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. പക്ഷേ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് May 17 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും എന്നായിരുന്നു. എന്നാൽ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം May 27 ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞിട്ടുള്ള വില 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പം ഓഫർ ഇല്ലാതെ 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ സാംസങ് M55 5G എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അതുമാത്രമല്ല ചൈനീസ് മാർക്കറ്റിൽ സാംസങ് C55 എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിലും ഏകദേശം സാംസങ് M55 ഇതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഡിസൈനിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ആ ഒരു ഫോണിൽ ഇതുപോലുള്ള ഡിസൈൻ ആയിരിക്കും F55 വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും സാംസങ്ങിൻ്റെ F55 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.